പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ? എങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, അച്ഛനെടുത്തേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എഴുന്നേറ്റേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവില്ല. വിഷ്ണു 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 അവനല്ലേ കൊണ്ടുപോയി വെച്ചേക്കുന്നേ. അവൻ ഏതോ നാട്ടിൽ പോയി കിടക്കുക. അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, മക്കളെയും വേണ്ട, ഭാര്യയും വേണ്ട. ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും പെണ്ണിനെ കെട്ടി ജീവിക്കുന്നുണ്ടാവും. ഇവിടെ ഉള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് നീ എവിടെ പോയാലും നന്നാവില്ലടാ. ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിന്നെ പ്രസവിച്ച് തള്ളയായി പറയുന്നത്. സത്യമേ. പിന്നെ ഞാൻ എന്താ അവരെ പറയണ്ടേ? അവൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ, എവിടെയോ ജീവിച്ചിരിപ്പില്ലേ? കണ്ടില്ലേ അവന്റെ അച്ഛനെ കിടന്ന് മരണപ്രാളം കൊള്ളുന്നു. ആ മരുന്ന് നമ്മുടെ ആർഡിക്കൽ കൈ തന്നിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഈ മനുഷ്യൻ ഉണ്ടാവുമായിരുന്നോ? വിഷ്ണുവേട്ടൻ അഥവാ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ തന്നെ കാണുമല്ലോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നോക്കാം. ഏതെങ്കിലും അലമാരത്തട്ടിൽ അത് കാണാതിരിക്കില്ല. അച്ഛൻ എന്താ പറ്റി? മരുന്നോ? വിഷ്ണുക്കുഞ്ഞ് രാഘവൻ സാറും കൂടെ പോയപ്പോ വാങ്ങിയ ഒരു മരുന്നുണ്ട്. അത് വിഷ്ണുക്കുഞ്ഞ എവിടെ കൊണ്ടുപോയി വച്ചേക്കുന്നേ. അത് വലിച്ചാൽ ശ്വാസം മുട്ടുകൾ മാറുമെന്നാ പറയുന്നേ. അതിപ്പം അതെവിടെയാന്ന് അറിയണ്ടേ? എനിക്കറിയാം ആ മരുന്ന് എവിടെയുണ്ടെന്ന്. തല തെറിച്ചവന്മാരാണെങ്കിൽ പ്രാന്ത് തുള്ളി വരും. കാലിനെ തിരക്ക് വരുന്നവന്മാര് ശരിക്കങ്ങ് പെരുമാറിയേക്കണം. കുടിച്ച മുലപ്പാല് വരെ തുപ്പണം. ഒരുത്തം വരുന്നുള്ളൂ. ഹായ്. ഒരുത്തൻ കഷ്ണിയും കാണിച്ചു പോകുന്ന താൻ കണ്ടില്ലേ? അത് നമ്മുടെ ഷൺമുഖം ബീച്ചിൽ അളിയനാ സാറേ. അളിയനെയും അച്ചമ്പിയൊക്കെ വിട്ടിട്ട് വൈകിട്ട് വീതം ചോദിച്ചു വന്നേക്കരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. ഹെൽമറ്റ് ഇല്ലാതെയാ, പേടിയില്ലാതുള്ള പോക്ക്. അതും പോലീസുകാരുടെ മുന്നിലൂടെ. പറഞ്ഞ സമയം കഴിഞ്ഞല്ലോടോ. ഇത് അവനല്ലേ? അതെ സാറേ. എന്താ സോമശേഖര, സുഖാണോ? അത് ശരി, നീ പോലീസുകാരുടെ സുഖവിവരം തിരക്കാൻ ഇറങ്ങിയാണല്ലേ? ഇനി ഇവനാണോടോ നമുക്ക് വിവരം കിട്ടിയവൻ? പോയി ചെക്ക് ചെയ്യടോ. ഓക്കെ സാറേ. വണ്ടിക്ക് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടോടാ? ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അളിയനോ മച്ചമ്പിയൊക്കെ ആണെങ്കിൽ നിങ്ങളങ്ങ് കടത്തി വിടുമല്ലോ. ഓ, നീ അപ്പൊ അറിഞ്ഞു വന്ന് കയറിയതാ? അങ്ങനെയും കരുതാവേ. ഇനി ഒളിച്ചു വെക്കുന്നില്ല. തന്നോട് എനിക്ക് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. ഡ്യൂട്ടിക്കിടയിലാണോ അതിന്റെ സ്വകാര്യം പറച്ചില്? തന്നെ ഒന്ന് സ്വഭാവത്തോടെ കാണുന്നത് ഈ ഡ്യൂട്ടിക്കിടെ മാത്രമാണല്ലോ. അതൊന്നുമില്ല സാറേ. അപ്പം വമ്പൻ കോള് പ്രതീക്ഷയുള്ള നിപ്പായിരുന്നല്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കരുതി വന്നേനല്ലോ സാറേ. പിന്നെ ഒരേ ഒരു കാര്യം പറയാം. അതിനൊരു രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ വിളിക്കുന്നേ. ഒന്ന് വന്നേ. എടോ, തനിക്കും കൂടെ ഗുണമുള്ള കാര്യമാടോ. എനിക്ക് ഗുണമുള്ള കാര്യമോ? എടോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ വന്നതെന്ന് പറയൂ.
ആ സജീവനെ പോയി കണ്ടിരുന്നു. ഏത് സജീവൻ? ഹ, ഇത്രയും പെട്ടെന്നങ്ങ് മറന്നോ? ഞാൻ എന്റെ അച്ഛനെ എടുത്ത് കൊല്ലാനായിട്ട് വലിയ കുഴിയിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട സജീവ്, വർക്ക്ഷോപ്പിലെ തന്റെ ശിഷ്യൻ. അവനെ പോയി ഞാൻ കണ്ടെന്നേ, ശരിക്കൊന്ന് പരിശോധിച്ചു. അപ്പൊ അവന്റെ ക്ലച്ചും ഗിയറും ഒക്കെ അങ്ങ് കംപ്ലൈന്റാ. ആ കംപ്ലൈന്റ് ഒക്കെ തീർത്തിട്ടാ ഈ വരവ്. നീ എന്താ കളിക്കാണോ? താൻ അവനെ വെച്ച് കളിച്ചപ്പോ ഞാൻ അവനെ വെച്ച് തനിക്കിട്ട് ഒരു പണി തരണ്ടേ സാറേ? ഇല്ലെങ്കി പിന്നെ ഞാൻ നട്ടല്ലില്ലാത്തവനായി പോയില്ലേ? നീ ആരെയെ ഭീഷണിപ്പെടുത്തുന്നെന്ന് അറിയാമോ? നല്ല വ്യക്തമായിട്ട് അറിയാം. പോലീസുകാരുടെ മാനം കളയാൻ നടക്കുന്ന ഒരു ഭൂലോക വേസ്റ്റ്. അടങ്ങ് സാറേ, പറഞ്ഞു തീർന്നില്ല. സജീവ് കള്ളസാക്ഷി പറയാനായിട്ട് താൻ 10,000 രൂപ കൊടുത്ത കാര്യവും പറഞ്ഞു. അത് താനായിട്ട് കൊടുത്തതല്ലെന്ന് എനിക്കറിയാം. അത് താനായിട്ട് കൊടുക്കയില്ലെന്നും എനിക്കറിയാം. ആര് കൊടുത്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എനിക്കൊന്നറിയണം, തനിക്കെത്ര കിട്ടിയടോ? അതറിഞ്ഞിട്ട് വേണം തനിക്ക് അതിന്റെ ബാക്കി തരാൻ. പോക്കരത്തിലെ പറയുന്നു. താൻ ഇപ്പൊ കാണിച്ചത് റോങ്ങാ. ഞാൻ റോങ്ങും കാണിക്കും, ചിലപ്പോ നിന്റെ തലേ കയറിയിരുന്ന് ചെവിയും കടിക്കും. എന്ത് ചെയ്യണോ നീ? എന്ത് ചെയ്യുമെന്നോ? ഒറ്റ ഒരെണ്ണം അടുത്തു പോരുത്.